തൃപ്പുണിത്തുറയിലെ ഷാജിയേട്ടൻ, അയാളാണ് ഇന്നത്തെ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒന്നുമല്ല, ഒരാഴ്ച മുമ്പാന്ന് എനിക്ക് തോന്നുന്നത് ഒരു ആക്സിഡൻറ്റ് നടക്കുന്നത്. അയാൾ ചായ വിൽക്കുകയായിരുന്നു. അയാൾ ഓടിപ്പോയി നോക്കുമ്പോൾ ഈ സ്ത്രീയുടെ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കയറി അലമ്പായിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ, പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ മൊബൈലെടുക്കും, എന്നിട്ട് ഇതായിരിക്കുമല്ലോ പരിപാടിയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചെയ്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇയാൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം അത് തൻ്റെ സഹോദരിയോ അമ്മയോ ഭാര്യയോ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇയാൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ എടുത്ത ആ മുണ്ടെടുത്തിട്ട് ആ സ്ത്രീയെ അങ്ങ് പുതപ്പിക്കുകയാണ് ചെയ്തത്. അതായത് അവർ അപകടം പറ്റിയത് മാത്രമല്ല അവർക്ക് പ്രശ്നം, അവരുടെ ആ ഒരു ബോധമുള്ളപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ നഗ്നത അവർക്കൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഷാജി എന്ന് പറയുന്ന ആ മനുഷ്യൻ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. ആ മനുഷ്യനെ ഇപ്പോഴും ലോകം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചായക്കാരനാണ്. അതായത് നമ്മളെല്ലാവരും പറയുന്ന വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യുന്ന അയാളുടെ മനുഷ്യത്വമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ നമ്മളൊരു വലിയൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഒരുത്തൻ നല്ല വിദ്യാഭ്യാസം ഉള്ളവനാണ്, അല്ലെങ്കിൽ നല്ല വലിയ ഉയർന്ന കമ്പനിയിൽ ജോലിക്കാരനാണ്, നല്ല മുണ്ടും കോട്ടും സൂട്ടോ അല്ലെങ്കിൽ മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഓൻ അയച്ചു കൊടുക്കുമോ? ഓൻ ഒരിക്കലും അയച്ചു കൊടുക്കത്തില്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഓൻ അയച്ചു കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ അയച്ചു കൊടുക്കേണ്ട ആ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഓൻ ആ മനുഷ്യത്വം തോന്നിയെന്ന് വരില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ മനുഷ്യത്വം ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മനുഷ്യന്മാർക്ക് മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു മനുഷ്യനെ വണ്ടി ഇടിച്ചു എന്ന് വിചാരിച്ചോ, അയാൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. ആ രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോൾ ഓടിപ്പോകുന്നവർ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിയന്മാരെന്നോ അല്ലെങ്കിൽ ഇതാ അങ്ങനെ പണിയെടുക്കുന്നവെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പണിയെടുക്കുന്നവെന്നോ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഓടിപ്പോകുന്നത്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം സമൂഹത്തിൽ അയ്യോ അവരോട് കൂടിയൊന്നും കൂടല്ലേ, അയ്യോ നമ്മളിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴിയാണ്, നമ്മൾ വലിയ വലിയ കാറിലും കാര്യങ്ങളിലൊക്കെ പോകുന്നവരാണ്, അവരൊക്കെ ആയിട്ടൊന്നും കൂട്ടുകൂടരുത് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരാൾ കിണറ്റിൽ വീണ് കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ ഒരാൾ കുളത്തിൽ വീണ് കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വീണ് കഴിഞ്ഞാലോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയില്ല ആരെങ്കിലും ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആളൊന്നും ഉണ്ടാവില്ല. കുറേ നാൾ മുമ്പ് ഞാൻ ഇങ്ങനെയൊന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കൂട്ടം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതിലൊരാളോട് ചോദിച്ചു, ഏട്ടാ എന്താന്ന് പ്രശ്നം ചോദിച്ചു. അതേ പിന്നെ ഒരാൾ കുളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയെങ്കിൽ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചൂടെ? അയ്യോ അങ്ങനെ രക്ഷിക്കാനൊന്നും പോരുതപ്പാ, കാരണം ധരിച്ചു കഴിഞ്ഞാൽ അതൊന്ന് നമുക്ക് അറിയില്ല, ആവില്ല എന്നൊക്കെയുള്ള വാക്കുകൾ മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു കയറിട്ട് കൊടുക്കാനൊന്നും ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. നേരെ മറിച്ച് അവിടെ ഷാജിയെ പോലെയുള്ള അല്ലെങ്കിൽ ഷാജിയേട്ടനെ പോലെയുള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ തൻ്റെ നല്ല മുണ്ടാണോ അല്ലെങ്കിൽ താൻ നനിയുമോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊന്നും ഇവർ നോക്കൂല. അതല്ലേ പണ്ട് കോഴിക്കോട് നടന്നത്. അതായത് ജനങ്ങളെല്ലാവരും നോക്കി നിൽക്കുന്നേ. അവിടെ ഡ്രൈനേജിൽ 2 പേര് കിടന്ന് പടിയെന്ന് വീണിട്ട് ഒന്നും നോക്കാതെ ഓട്ടോ ഡ്രൈവറായ ഒരു സുഹൃത്ത് വന്നിട്ട് എടുത്ത് ചാടുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ അയാളും കൂടിയിട്ട് മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുന്ന മനുഷ്യത്വം, ആ മനുഷ്യത്വം ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജോലിക്കാർക്കൊക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഉണ്ടാകും, അവർക്കൊക്കെ ചെയ്യണമെന്നുണ്ടാകും. പക്ഷെ അവരുടെ ഇമേജ്, അതാണ് പ്രശ്നമായിരുന്നേ. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇമേജ് അത് സമ്മതിക്കൂല. ഇപ്പം നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണക്കാരിലുണ്ടാകും, അവരൊരാളോട് സംസാരിക്കത്തില്ല, ഒരാളോടൊന്നും ചിരിക്കൂല, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകത്തില്ല, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ കൂടെ പോയി ഇരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ഇമേജ് പോകും, അല്ലെങ്കിൽ അയ്യോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. എല്ലാവർക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. കാരണം ഇവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ അവരെ പോലെ ആയാൽ മതിയായിരുന്നു, ഇവനെ പോലെ ആയാൽ മതിയായിരുന്നു, അതായത് അവിടെ ആ ഒരു കസേരയിൽ ബെഞ്ചിലിരുന്നിട്ട് നമുക്കൊരു ചായ കുടിക്കാമായിരുന്നു എന്നൊക്കെ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അവർക്ക് സാധിക്കൂല. കാരണം എന്താ? അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പണം, ഇതൊന്നും അവരെ അതിന് അനുവദിക്കത്തില്ല. ഇനി അവരെ ആരെങ്കിലും അനുവദിച്ചാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ പിന്നെ ബോച്ചനെ പോലെയുള്ള ആളായിരിക്കണമായിരുന്നേ. കാരണം ഏത് തറയിലും ഏത് വില്ലയിലും കൂടുന്ന ഒരു മനുഷ്യനായിരിക്കണം. കാരണം ബോച്ചനെ അതില്ലേ പണ്ടൊക്കെ വിളിക്കാറ്. ബോച്ചനെ പണ്ടിങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് അയാൾക്ക് ഭ്രാന്താന്നാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് അയാൾക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട്, ഇഷ്ടംപോലെ ഇതുണ്ട്, വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ചായക്കട വിലക്കെടുത്തിട്ടൊക്കെ ചായ കുടിക്കാം. എന്നാലും ഈ മനുഷ്യൻ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ നിന്ന്
അല്ലെങ്കിൽ ആൾക്കാരുടെ സാധാരണക്കാരുടെ ഇടയിൽ ഇനി വഴിയരികിലൂടെ പോകുമ്പോൾ ഒരു കള്ളി ഷാപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് 2 ഗ്ലാസ് കള്ളും കുടിച്ച് കുറച്ച് കപ്പിയിറച്ചിയും തിന്ന്, ഇല്ലെങ്കിൽ വേറെ എടിക്കില്ല പോയിട്ട്, അങ്ങനെയാണ് ആ മനുഷ്യൻ. അയാളുടെ തന്നെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയാ, അയാൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കത്തയിൽ എവിടെയോ പോയി അവിടെ കിടന്നിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിൽ കയറിയപ്പോൾ എന്തോ ജ്യൂസ് എന്തോ അയാൾ പറയുന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിറ്റർ വന്ന് പറഞ്ഞു, ഇവിടെ പൈസ അടച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടുള്ളൂ എന്ന്. കാരണം എന്ന് വെച്ചാൽ ബോച്ചേനെ കണ്ടപ്പോൾ പിച്ചക്കാരനാണെന്ന് അവർ വിചാരിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സഹായങ്ങൾ ചെയ്യുക. അങ്ങനെ സഹായങ്ങൾ ചെയ്താൽ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷൻ മാറി കിട്ടും. നമ്മളിങ്ങനെ ആരെ കാണിക്കാനാണ് മസിലും പിടിച്ച് നടക്കുന്നത്? അവസാനം ഈ മസിലും പിടിച്ച് നടന്നിട്ട് എന്താ നേടുന്നത്? ഇപ്പൊ ഇതിനിടയ്ക്ക് കുറെ നാൾ കണ്ടില്ലേ, നമ്മൾ എന്ന കൊല്ലം ആവാത്തേടിയോ കണ്ടില്ലേ, ഭാര്യയും ഭർത്താവും ഗൾഫിലാണ്, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഷ്ടം പോലെ സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യോ, ഭാര്യയും ഭർത്താവും തമ്മിൽ മുണ്ടൂല. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് തന്നെ ആ ഭാര്യന്റെ കഥ കഴിച്ചില്ലേ, അവസാനം എന്നിട്ട് ഇയാളും പോയിട്ട് മരിച്ചു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഇത് ആരോടെങ്കിലും തുറന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചിരിച്ചു കഴിഞ്ഞാല്, ഇല്ലെങ്കിൽ ആ പണിക്കാരുടെ കൂടെ പോയിട്ടിരുന്ന് ചോറ് കഴിച്ചാല് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരുപാട് ഭാരങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും. അതാണ് ഞാൻ പറയുന്നത്, ഈ ഷാജിയെ പോലെയുള്ള മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഭാഗ്യവന്മാരാണ്. കാരണം എന്താ വെച്ചാൽ അവർക്കൊന്നും നോക്കണ്ട, ഒരു ഇമേജും നോക്കണ്ട. വേറെ ഏതെങ്കിലും ഓനാണെങ്കിൽ അയ്യോ എങ്ങനെയാന്ന് കൊടുക്കുക. പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞരമ്പന്മാരാണെങ്കിൽ ഇപ്പോഴത്തെ ഞരമ്പന്മാർ കുറയണമെന്ന് പറഞ്ഞാൽ മൊബൈലും കൊണ്ട് നടക്കുക ചെയ്യുക. ഏതായാലും അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഈ ഷാജിയെ പോലെയുള്ള മനുഷ്യന്മാർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാർ പോലും ചെയ്യാത്തതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാജിയെ കാണാൻ മുഖ്യമന്ത്രി മുതൽ അങ്ങോട്ടുള്ള ആൾക്കാർ മുഴുവൻ വരുന്നുണ്ട്. കാരണം എന്താ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാവണം. നാളെ ഇതുപോലൊരു സംഭവം ആർക്കെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവരുടെ നഗ്നത ചിത്രീകരിക്കാതെ അവർക്ക് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അത് മറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലേ അതിൻ്റെ ഒരു ത്രില്ല് എന്ന് പറഞ്ഞാല്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടാ അത് എന്നെ ബാധിക്കുന്നതല്ല, അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരുപാട് ആളുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പം നമ്മളൊരു ആക്സിഡന്റ് പറ്റി കിടന്നു കഴിഞ്ഞാൽ എത്ര കാറുകാർ നിർത്തും? പല കാറുകാരും നിർത്താണ്ട് പോവയ്യ. പക്ഷെ ചില കാറുകാർ വന്നിട്ട് എന്തിക്കും, ഇതിനകത്ത് കയറ്റിക്കോന്ന് പറയും. ചില ഓട്ടോക്കാർ നമ്മൾ ഒന്നും പറയില്ല, അവരാണ് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടുകൂടാതിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പുച്ഛത്തോടുകൂടി നോക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വരെ എന്ന് പറഞ്ഞാൽ ഷാജി എന്ന് പറയുന്ന ഒരു മനുഷ്യ, ഒരു ചായക്കാരൻ, അത് അത്രയേ ഉള്ളൂ. അവിടെ ആ വഴിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ കണ്ടിരിക്കുന്നത് ഒരു ചായക്കാരൻ. അതിലധികം അയാൾക്ക് ഒരു അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അയാളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു അപകടം വേണ്ടി വന്നു. അതാണ് പറയുന്നത്, അയാളെ പോലെയുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവൂല. ഇപ്പോഴെന്ന് പറഞ്ഞ അംഗീകാരങ്ങൾ കൊണ്ട് അയാളുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ മനുഷ്യൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, പണമൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാകും, ഇഷ്ടംപോലെ പണം ഉണ്ടാകും. നമ്മൾ മനസ്സറിഞ്ഞ് ചിരിക്കുക, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക, അതറിയാം. അതാണ് വേണ്ടത്. നിങ്ങൾ ആ ഗേറ്റെല്ലാം വിട്ടിട്ട് പുറത്തേക്ക് വാ. പണക്കാരായ വലിയ വലിയ മനുഷ്യന്മാർ ടെൻഷനും കൊണ്ടിരിക്കുന്നവരോടാ പറയുന്നത്. ഈ ടെൻഷനും മാങ്ങാത്തൊലിയിൽ ആർക്ക് വേണ്ടിയിട്ട് എങ്ങനെ വെച്ചിരിക്കുന്നത്? ഇറങ്ങി വന്നിട്ട് റോഡിലെല്ലാം ഇരുന്നിട്ട് ഒരു ചായയെല്ലാം കുടിക്ക്, ഒന്ന് കാണാലായിരുന്നു. അപ്പൊ നന്ദി, നമസ്കാരം. ഒന്ന് ഷെയർ ചെയ്തോ. ഏതായാലും ഷാജിയേട്ടൻ